ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ പ്ലേസ് കാണുമ്പോൾ നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ല ഇത് എവിടെയാണെന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഗ്ലോബൽ വില്ലേജിലാണ്. ഗ്ലോബൽ വില്ലേജിൽ VIP ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് എൻട്രി ഉള്ളത്. പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് റെഡ് കാർപ്പറ്റിലൂടെ നടക്കുക എന്നുള്ളത് മാത്രമേ VIP ടിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഈ മുന്നിൽ നിന്ന് നടക്കുന്ന 3 പേരും എൻ്റെ ഫ്രണ്ട്സാണ്. അതിൽ ഒരാൾ എൻ്റെ കൂടെ പഠിച്ചതാണ്, ബാക്കി 2 പേരും ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. നല്ലോണം വിശന്ന്, ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോയതല്ലേ. ദൂരം എന്ന് പറയുമ്പോൾ 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് ഫുഡാണല്ലോ മുഖ്യം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ പോയി. അവിടെ ബോസ്നിയ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടിട്ട് അവിടെ നല്ലൊരു മീറ്റും പിന്നെ സോസ് കുബൂസിലെല്ലാം വെച്ച് മിക്സ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഉണ്ടാക്കിക്കൊണ്ട് വെക്കുന്ന സംഭവമാണ് ഞങ്ങൾ കഴിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിച്ചത്. അപ്പം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിലൊരു കബാബ് പോലത്തെ സാധനം, പിന്നെ അതിൽ സോസ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുമ്പം. സോസ് ഒരു റെഡ് കളർ, ഒരു എന്താ പറയുക, നമ്മുടെ മയോണൈസിൻ്റെ സ്പൈസി മയോണൈസ് ആക്കില്ലേ, അതുപോലത്തെ ഒരു സോസ് ആയിരുന്നു. അപ്പം നമ്മളെ ഫസ്റ്റ് കൺട്രിയിലാണ് ഉള്ളത്, തുർക്കിയിലേക്ക്. ഇനി തുർക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഫുഡും ഡ്രസ്സും ആ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കയറിയിരിക്കുന്നത് തുർക്കിയിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തുർക്കിയിലെ യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ്. അവിടെ കാണുന്നത് കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പോട്ട്സ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ ഡ്രസ്സസും ഒരു മാക്സി ടൈപ്പ് ഡ്രസ്സസാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഈ ഫെതേഴ്സൊക്കെ കാണുന്നില്ലേ, നമ്മൾ ഈ വീട്ടിൻ്റെ മുന്നിലൊക്കെ തൂക്കിയിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടുത്തെ മാറ്റ് ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, മറ്റ് പല ഓർണമെൻറ്റ്സ്, അതുപോലെ നമ്മൾ റൂമിൽ വെക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയും അവരുടേതായ ഒരു സ്റ്റൈലിൽ, അതായത് അവരെ ആ ഒരു ഡിസൈൻസ് വരുന്ന രീതിയിലാണ് ഉള്ളത്. അവിടെ കാതിലക്കും മാലക്കും ഒക്കെ 5 ദിറംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് സ്പൈസസ്, സ്പെഷ്യൽ സ്വീറ്റ് ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് തുർക്കിൻ്റെ വ്യൂ. നല്ല അടിപൊളി ഡ്രസ്സും ഉണ്ടായിരുന്നു, പക്ഷേ ഡ്രസ്സിന് ഇച്ചിരി പൈസ കൂടുതലാണ്. എത്രയാ, ഒരു പാൻറ്റും ടോപ്പും ഞാൻ നോക്കിയപ്പോൾ 150 ദിറംസ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ബാക്ക് അടിച്ചു. ഇനി നമ്മൾ തുർക്കിൻ്റെ ഡാൻസ് ആണ് കാണാൻ പോകുന്നത്. തുർക്കിയിലെ നാഷണൽ ഡാൻസ് എന്നറിയപ്പെടുന്നതാണിത്. പക്ഷെ നമ്മൾ കാണുമ്പം ഒരു മാർഗ്ഗമില്ലാതെ ആൾക്ക് മാർഗ്ഗം കളി എന്നും പറഞ്ഞിരിക്കാം. അങ്ങനെ നമ്മൾ തുർക്കിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ തൊട്ടടുത്തുള്ള രാജ്യമായ പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. പാകിസ്ഥാൻ എന്ന് പറയുമ്പം മെയിനായിട്ടുള്ളത് ഡ്രസ്സ്, ഫാബ്രിക്സും കാര്യങ്ങളൊക്കെയാണ്. പളപള തിളങ്ങുന്നതും മിന്നുന്നതും ഡ്രസ്സും ഫാബ്രിക്സും എല്ലായിരുന്നു ഉണ്ടായത് അവിടെ. പിന്നെ അവിടെ നമ്മൾ നേരെ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ, അതായത് തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്ത് പോകുന്ന പോലെയാണ് നമ്മൾ ഇവിടുന്ന് ഓരോ കൺട്രിയിലേക്ക് കയറുമ്പോൾ ഉണ്ടായത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമുക്ക് കുറേ അടിപൊളി ഫുഡ് ഐറ്റംസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞണ്ട്, കല്ലുമ്മക്കായ, പിന്നെ കൂന്തൽ, സ്ക്വിഡ്, ചെറിയ സ്ക്വിഡ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നു അവിടെ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഇല്ലേ. പിന്നെ നല്ല അടിപൊളി മാങ്ങ, ഇതൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങയൊക്കെ വേറെ തന്നെ ഒരു സ്റ്റൈലാണ് കാണാൻ. നല്ല മൊഞ്ചുള്ള മാങ്ങയാണ് അവിടെ. നമ്മളെ നാട്ടിലൊന്നും ഇത്ര മൊഞ്ചുള്ള മാങ്ങ വേറെ എവിടെയും കിട്ടില്ല. പിന്നെ നല്ല മൊഞ്ചുള്ള കോക്കനട്ടും. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കറങ്ങി നമ്മളെ മെയിൻ അവിടെ പോയതിൻ്റെ ഉദ്ദേശത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല, എൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേര് അംന. അവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു പഠിച്ചത്. എൻ്റെ കൂടെ 8 to 10th അല്ല, +2 വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും 2 വഴിക്കായി. അതിനുശേഷം നമ്മൾ പിന്നെ വന്നത് കല്യാണം കഴിഞ്ഞ് ദുബായിലെത്തിയതിന് ശേഷമാണ് വീണ്ടും നമ്മൾ കുറച്ചും കൂടി കണക്റ്റ് ആയത്. പിന്നെയുള്ള 2 പേരെന്ന് പറയുന്നത് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അവൾ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അവളെ കൂടെ വർക്ക് ചെയ്ത 2 പേരാണുള്ളത്. ഞാൻ അന്ന് ആ ഒരു ദിവസമാണ് പരിചയപ്പെടുന്നത്. പക്ഷേ നമ്മൾ കുറേ എന്താ പറയുക, കാലം മുന്നേ അറിയുന്ന ഒരു ഫ്രണ്ട്സ് പോലെയായിരുന്നു. നമ്മൾ 4 ആളും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് പോയി. നമ്മൾ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതുപോലത്തെ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു മെയിൻ. അതായത് ഞാൻ പോയ സമയത്ത് നമ്മൾ ഗ്ലോബൽ വില്ലേജ് കഴിയുന്നതിൻ്റെ ലാസ്റ്റ് ടൈം ആയിരുന്നു നമ്മൾ പോയത്. അപ്പം നമുക്ക് അവിടെ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അൺലിമിറ്റഡ് റൈഡ്. 50 ദിറംസ് കൊടുത്താൽ എത്ര റൈഡിന് വേണ്ടിയെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ കയറാം. ഈ ഒരു റൈഡിൽ ഞാൻ കയറിയില്ല, പക്ഷെ അവർ 2 പേരും കയറിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷാനുവും അമ്നയും. എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ കയറില്ല. ഞാൻ ഇങ്ങനെ കുഞ്ഞു റൈഡുകളിലും പിന്നെ കുട്ടികൾ കളിക്കുന്നതൊക്കെ നോക്കി നിന്ന് ഞാൻ അവിടെ
ഈ റൈഡ് അടിപൊളിയായിരുന്നു. ഇത് ഞാൻ കയറിയ റൈഡാണ്. ഒരു ഭാഗത്ത് പൊന്തും ഒരു ഭാഗത്ത് താഴും. പിന്നെ നമ്മൾ നല്ല ഷേക്കിങ്ങും ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെയൊക്കെ റൈഡ് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ പോകണം. ആദ്യം ഞാനും അമ്മയും മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പോകാൻ വേണ്ടിയിട്ട്. പിന്നീട് അമ്മ പറഞ്ഞു, അവരും അവളുടെ ആ ഫ്രണ്ട്സും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് മൂന്നാക്കും കൂടി പോകാൻ, അതായത് അവർക്ക് മൂന്നാക്കും കൂടി പോകാന്നുള്ള രീതിയിൽ. അന്നേരം ഞാനും പറഞ്ഞു എനിക്കും പോകണം എന്നുള്ള രീതിയിൽ ഞാൻ അവളോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ 4 പേരും ഒരുമിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ നല്ല ഫ്രണ്ട്സായി. പിന്നെ നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യുക ചെയ്തത്. നമ്മൾ തായ്ലാൻഡിൽ നിന്ന് നല്ലൊരു മാംഗോൻ്റെ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് ചീസ് വീൽ പാസ്ത ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച ഭരണികൂടം വേറെ എന്തോ സംഭവങ്ങളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചീസാണ്. പാസ്ത അതിലിട്ട് ചീസുമായിട്ട് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്യും. അതിൽ വേറെ എന്തോ ഒരു സോസും കൂടി ഒഴിക്കുന്നുണ്ട്. ഐ തിങ്ക് ഡൈനാമിക് സോസാണ് തോന്നുന്നു. അതെല്ലാം ഇട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് ഒരു കുഞ്ഞു ബോളിലാക്കിയിട്ട് നമുക്കിങ്ങനെ തരും. ഞാനതിൽ ബോളിലിടുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം നിറച്ചു കിട്ടോ. കാരണം കുഞ്ഞു ബോളാണ്. അപ്പോൾ വയറൊന്നും അറിയണ്ടേ നമുക്ക്, 4 പേരില്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതും ആളെടുത്ത് നിന്ന് കളക്ട് ചെയ്ത് നമ്മളത് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം നമ്മൾ തായ്ലാൻഡിലെ വേറൊരു അടിപൊളി ഡാൻസ് കണ്ടു, അവരുടെ നാഷണൽ ഡാൻസ്. അങ്ങനെ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഇവിടെ അവസാനിക്കുവാണ്. ഇൻഷാല്ലാ ഞാൻ പുതിയൊരു വീഡിയോ വരുന്നവരിക്കും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനിക്ക് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഡെയിലി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നവരിക്കും. ബൈ.